കോൺഗ്രസ് നേതാവായിരുന്ന മാമൂലയിൽ സേതുകൂട്ടൻ അനുസ്മരണം പന്മനയിൽ നടത്തി. ഇടവട്ടയിൽ ജംഗ്ഷനിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവായിരുന്ന മാമൂലയിൽ സേതുക്കുട്ടന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് യോഗം ചേർന്നത്. പന്മന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവട്ടയിൽ ജംഗ്ഷനിലാണ് അനുശോചന യോഗം ചേർന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നതും വർത്തമാനം പറയുന്നതും ആരുടെയും മുഖം നോക്കിയായിരിക്കില്ല. പക്ഷേ എന്നാൽ ഇതൊന്നും സ്വന്തം നേട്ടത്തിന് വേണ്ടിയായിരിക്കില്ല. പൊതു താല്പര്യം വെച്ചുകൊണ്ട് എല്ലാവരും മുഖം നോക്കി വർത്തമാനം പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞില്ല എങ്കിൽ ഇത് ശരിയല്ല എന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഞങ്ങളൊക്കെ ആയിട്ട് നിരവധി തവണ പിണങ്ങിയിട്ടുണ്ട്. പിണങ്ങി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയാൽ മടിയുമില്ലാതെ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് അതങ്ങനെയല്ല, അല്ലെങ്കിൽ അതിൽ തെറ്റ് നമുക്കങ്ങനെയല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ വാക്കുകൾ തെറ്റാണെങ്കിൽ അത് തിരുത്താനും യോജിച്ചു പോകുന്നതിനും എപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ₹1 പോലും അഴിമതിക്കാരനായിരുന്നില്ല സേതുക്കുട്ടൻ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തകർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. വാർഡ് പ്രസിഡന്റ് ജയൻ ഇടവട്ടയിൽ അധ്യക്ഷത വഹിച്ചു. എനിക്ക് സേതുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 80കളിലാണ്. അദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസിന്റെയും സേവാദളിന്റെയൊക്കെ ഭാരവാഹികളായി നടക്കുന്ന സമയത്ത് അന്നു മുതൽ തുടങ്ങിയ ബന്ധം മരണം വരെയും തലേന്ന് വൈകിട്ട് എന്നെ വിളിച്ചത് ഏലക്കര പോവാണെന്ന് പറഞ്ഞിട്ട് പോയി അതുവരെയും ഉണ്ടായിരുന്നു. രാവിലെ ജ്യേഷ്ഠന്റെ മകൾ പ്രിയ ചച്ചന്റെ റൂം തുറക്കാൻ കഴിയുന്നില്ല എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അപകടം എന്തോ ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ചാടി എഴുന്നേറ്റ് അവിടെ ഇരുന്നാളിന്റെ സ്കൂട്ടറിന്റെ പുറകെ കഴിയാൻ എത്തുമ്പോൾ സേതുവിന്റെ ശരീരം റൂമിൽ നിന്ന് പുറത്തോട്ടിറക്കുകയാണ്. ഞാൻ അടുത്ത് പോയി നോക്കി. എനിക്ക് അപ്പോഴേ തന്നെ അപകടം മനസ്സിലായി. ന്യൂസ് ബ്യൂറോ, ചവറ.